എന്റെയൊക്കെ തുടക്കം എന്ന് പറയുമ്പോൾ ഈ ഒരു അവസരത്തെ കുറിച്ച് പറഞ്ഞാൽ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്കും പറയാൻ അറിയില്ല. രണ്ടാമത് കമ്പനിയുടെ വെബ്സൈറ്റിൽ പോലും കേരളം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് കോയമ്പത്തൂരും അതുപോലെ ബാംഗ്ലൂരൊക്കെ പോയി പ്രോഡക്റ്റ് തലച്ചോറ് എടുത്തുകൊണ്ടാണ് ഈ പ്രോഡക്റ്റ് കൊടുത്തത്. ഒരിക്കൽ ഞാനിങ്ങനെ ബസ്സിന്റെ കണ്ടക്ടർ ഈ ലഗേജ് കണ്ട വെയിറ്റാണ്. അത് ചോദിച്ചത് എന്താണ്? ഞാൻ പറഞ്ഞ സോപ്പും പേസ്റ്റും ഒക്കെയാണ്. അല്ല, എന്നെ എന്തെങ്കിലും നോക്കി, ഇത് ഇവിടെയൊന്നും കിട്ടാത്ത സാധനമാണ്. ഈ സോപ്പ് പേസ്റ്റ് മേടിക്കാനായിട്ട് കോയമ്പത്തൂരോട് ആവശ്യമില്ല, കേരളത്തിൽ ഇഷ്ടംപോലെ കിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞ സ്ഥലത്ത് അവിടെ കിട്ടില്ല. അതെന്ത് സോപ്പാണ്? അവസാനം അയാൾക്കൊരു പേസ്റ്റ് കൊടുക്കില്ല. പക്ഷെ പൈസ മേടിച്ചില്ല. അതുകൊണ്ട് എനിക്ക് കിട്ടിയ ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഫ്രണ്ടിലും നേരത്തെ ഈ സാധനം ബസ്സിൽ കയറ്റി വെക്കാം, മറ്റേ ബസ് കൊണ്ടിടുമ്പോഴേ പറ്റും. അപ്പൊ ഇയാൾ വരുന്ന സമയത്താണ് ഞാൻ പോകുക. എല്ലാവർക്കും നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്, ശരിയില്ലേ? നമ്മളൊരാളെ പരിചയപ്പെടുത്തി അയാളെ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ശരിയാണ്, പോസിറ്റീവ് ആണ്, നെഗറ്റീവ് അല്ല. ഈ ഒരു അവസരം എന്നെ കൈ കിട്ടിയ സമയത്ത് എന്ന് പറയുന്നത് എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നു. അതങ്ങനെ അധികമാർക്കും വരാത്തൊരു അസുഖമാണ്. കിഡ്നി സ്റ്റോൺ എന്ന് ആരെങ്കിലും ഉണ്ടോ? കിഡ്നി സ്റ്റോൺ ഉള്ളത് കേൾക്കാം? ഇല്ല, അതങ്ങനെ അധികം പേർക്കും ഉണ്ടാവുന്ന ഭാഗ്യമില്ല. അങ്ങനെ അസുഖം വന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആയി. അപ്പോ സ്കാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞ സമയത്ത് എൻ്റെ അടുത്ത് പണം ഉണ്ടായിരുന്നില്ല. ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിൽ പോയി രാവിലത്തെ 1000 രൂപ കടം ചോദിച്ചു. ഈ കടം ചോദിച്ച സമയത്ത് രാവിലെ തന്നെ ആരെങ്കിലും കടം കൊടുക്കും? സ്വാഭാവികമില്ല. അപ്പൊ ഏകദേശം 1 മണിക്കൂറോളം അവിടെ നിൽക്കേണ്ടി വന്നു. അപ്പൊ എന്റെ വൈഫിന്റെ കൂടെയാണ്. എനിക്കാണ് പെയിൻ കില്ലറുടെ ശരീരത്തിൽ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. പക്ഷെ അവിടെ നിൽക്കേണ്ടത് ആ സമയത്ത് എന്നെ ചിന്തിപ്പിച്ചതാണ്. ഒരുപക്ഷെ ഞാൻ ഇന്ന് എപ്പോഴും പറയാറില്ല, അന്ന് എനിക്ക് ഒരുപാട് ദേഷ്യം തോന്നും. സ്വാഭാവിക ആൾക്കാരും ദേഷ്യം ശരിയാണല്ലോ. പക്ഷെ ഇന്ന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു, അന്ന് തന്നെ ഇവിടെ നിർത്തിയോണ്ടാണ് ഞാൻ നമ്മുടെ കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയാണ് നടന്നു നമ്മൾ കുറിച്ച് ശ്രദ്ധിക്കില്ല. ശരിയാണല്ലോ, ശരിയല്ലേ? നമ്മളെല്ലാ കാര്യങ്ങളും നടന്നു പോയാൽ മതി. അതാണ് നമ്മുടെ എല്ലാവരുടെ പ്രശ്നം. അപ്പൊ അങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചത് മരുന്ന് വാങ്ങിക്കാനെങ്കിലും കുറച്ച് പൈസ സമ്പാദിച്ചു വേണം. അതായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം നാളെ അസുഖം ഞാൻ കിടന്നു പോയാലും ഒന്ന് ചികിത്സിക്കണമെങ്കിൽ നമ്മളതിന് വേണ്ടേ. കാരണം മറ്റുള്ള അസുഖം നമ്മളുണ്ട്, പക്ഷെ നമുക്കൊന്നാണ് അതിന് പണം തന്നെ പറ്റുള്ളൂ. പിന്നെ നാട്ടുകാരൊക്കെ പിരിവിട്ടിട്ടൊക്കെ നമ്മൾ ചികിത്സിക്കുന്ന സീൻ ആലോചിച്ചപ്പോൾ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെ ഒരു സമയത്താണ് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. പ്രധാനമായിട്ടും 3 കാരണമാണ് ഞാൻ ഇത് ചെയ്യാനുള്ള കാരണം. ഒന്ന്, ഇതിന് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ഉണ്ടോ? ഇല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിന് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാം. ആരോടും പ്രത്യേകിച്ച് സമയം എന്ന് പറയണ്ട. അത് ഭയങ്കര പോസിറ്റീവ് എടുത്തു. മൂന്നാമത്, നമ്മൾ കൊടുത്തില്ലെങ്കിൽ ജനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ചുള്ള സാധനം തന്നെയാണ് കൊടുക്കുന്നത്. ശരിയാണോ? സോപ്പ് പേസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഈ 3 കാരണമാണ് ഞാൻ ഈ ബിസിനസ് ഏറ്റെടുക്കാൻ കാരണം. ഇതേ 3 കാരണമാണ് പലരും ഈ ബിസിനസ് സീരിയസ് ആവാത്തതിന് കാരണം. ശരിയാണോ? ഇതിൽ ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ ഒരു മീറ്റിങ്ങിന് വരാൻ വേണ്ടി എത്രയോ നിർബന്ധിച്ചിട്ടുണ്ടാവും ലീഡേഴ്സ് പോലും. പക്ഷെ ഒരു 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താൽ കട തുറക്കാൻ ആരെങ്കിലും പറയണം? കല്യാണമുണ്ട്, കട തുറക്കാൻ പോകണ്ടെന്ന് പറഞ്ഞാൽ അവൾ കട തുറക്കാൻ. ശരിയല്ലേ? പക്ഷെ ഇപ്പോഴും കല്യാണത്തിന് കാല് പറഞ്ഞാൽ ഞാൻ നമ്മൾ വിചാരിച്ചു. ഈ മൈൻഡ് സെറ്റ് ആണ്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഈ ബിസിനസ് ഞാൻ ചിന്തിച്ചത് 2,10,000 കണ്ടിട്ടൊന്നുമല്ല, അത് കിട്ടുന്നല്ല. എന്റെ ഉദ്ദേശത്തിലുള്ളൂ കടം തീർന്ന് ഒരു ദിവസം മനസ്സമാധാനമായിട്ട് ഉറങ്ങണം. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരുന്നു. കാരണം എന്നെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് വരുമാനമില്ല, അത് ഉണ്ടാക്കാനുള്ള സോഴ്സും ഇല്ല, വിൽക്കാൻ സ്ഥലവും ഇല്ല, എങ്ങനെയും കടം വീട്ടുണ്ടേ. അപ്പൊ ഞാൻ ചിന്തിച്ചത് ഇത് നാളെ 2,10,000 ഉണ്ടോ. ഞാൻ ചിന്തിച്ച പോയിന്റാണ്, ഇനി ആരും കൂടെ വന്നില്ലെങ്കിൽ, ഒരാളും എന്റെ കൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാലും ഒരു 500 രൂപ ഡെയിലി ഉണ്ടാക്കാൻ പറ്റും. കാരണം ഇത് റീറ്റെയിൽ പ്രോഡക്റ്റ് അങ്ങനെ സോപ്പ് പേസ്റ്റ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അങ്ങനെയാണ്? പാലക്കാട് തന്നെ ആണെന്ന് അറിയത്തില്ല. നിങ്ങൾ ഈ പ്രോഡക്റ്റ് കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ആദ്യം എങ്ങനെയായിരിക്കും ഞാൻ ചോദിച്ചത്? ഏറ്റവും വില കുറഞ്ഞ ഏതാണ് അതല്ലേ നോക്കിയത്? ഞാനും അങ്ങനെ നോക്കി നോക്കുമ്പോ അന്ന് സോപ്പിന് 95 രൂപയാണ്. 95 രൂപ സോപ്പ് പൊടി ഞാൻ. അപ്പൊ ഞാൻ നോക്കുമ്പോ ഈ 95 സോപ്പൊക്കെ ഉണ്ട്, എന്തായാലും ഉപയോഗിച്ച് നോക്കണല്ലോ, വേറെ ഒന്നും കുറഞ്ഞില്ല. ഇന്ന് ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട്. അന്ന് മൈക്രോൺ ആകെ 13 പ്രോഡക്റ്റ് ഉള്ളൂ. ഏറ്റവും വില കുറഞ്ഞ സാധനമാണ് സോപ്പ്. ആരെ സോപ്പിടാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഈ സോപ്പ് ഒന്ന് മേടിച്ച് നമ്മളിന്ന് ബോധ്യപ്പെടുത്തുന്നു. ഏറ്റവും വലിയ ടാസ്ക് അതാണ്. അങ്ങനെ സോപ്പ് മേടിച്ച് ഞാനൊന്ന് കുളിച്ചു നോക്കി, നോക്കി. ഇനി വൈഫിനോട് നീ ഒന്ന് കുളിക്കാമോ? നമ്മളെ കുളിച്ചിട്ട് നോക്കിയില്ല. കാരണം എന്താണെന്നറിയോ, നമ്മുടെ കുറച്ച് ഒറ്റ കുളിന് കാര്യം തീരുമാനമാണ്. ശരിയാണല്ലോ? ഒറ്റ തവണ തന്നെ റിസൾട്ട് കിട്ടും, അതല്ലേ? അത് നടക്കില്ല. ആണല്ലോ? ഹലോ, കുളിച്ചിട്ട് കുറെ കാലമായി ചോദിച്ചതാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത്
ആണ്. ഈ സോപ്പ് ഉപയോഗിച്ച് നമ്മൾ കുളിക്കുമ്പോ നമ്മൾ ചിന്തിക്കണം, ഇത്രേ ഉള്ളൂ, ഇതിന്റെ ഗുണമൊന്നും ബോധ്യപ്പെടും. ആദ്യം ആരും നമ്മളെ തന്നെ എന്താണ് ഇതിന്റെ ക്വാളിറ്റി. ക്വാളിറ്റി ഉള്ള സാധനത്തിനാണ് റിസൾട്ട് ഉണ്ടാവുള്ളൂ, ശരിയാവില്ലേ? അല്ലെ? പക്ഷെ നമ്മൾ ആരെങ്കിലും ക്വാളിറ്റി നോക്കാറുണ്ടോ? നമ്മൾ ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്ന ആളുകൾ എന്താ പറയാ, ആണോ? ശരിയല്ലേ? അപ്പൊ നമ്മൾ കുറച്ച് പേര് നമ്മളെ ചില വില കൂടുതലുണ്ടെന്നുള്ളൂ, നല്ല സാധനം നമ്മൾ അങ്ങനെയൊക്കെ പരിചയപ്പെടുത്തും, ആണോ ഇല്ലേ? നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന പേസ്റ്റ് അടിപൊളി, വേറെ പറയാൻ മതി. ഞാനിങ്ങനെ പേസ്റ്റ് കൊണ്ട് ഞാൻ ഒരാളെ കൂടുതൽ സുഹൃത്താണ്, അടുത്ത സുഹൃത്തുക്കൾക്കല്ലേ കൊടുക്കുള്ളൂ. അയാൾ ഇങ്ങനെ അടുത്ത് നോക്കി മറിച്ച് നോക്കി, അത് ഓണായത് കുഴപ്പമില്ല, ഓണാകുമ്പോൾ സോപ്പ് നോക്കിയാണ് ചോദിച്ചു, എടാ ഇതിനോട് തേച്ചാൽ ഞാനങ്ങനെ ഓഫായി, എവിടെ ഓഫ് കാണുന്നില്ല പുള്ളി നോക്കുമ്പോ. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഇത് തേച്ചിട്ട് ഓണായി തന്നെ, അങ്ങനെ പറയാനുണ്ട്, പറയാനുണ്ട്. പക്ഷെ ഇതിൽ പ്രത്യേകം എന്താ പറയുക, ചാമ്പീറ്റനൊക്കെ കൊടുത്തു. ഞാൻ ആദ്യം ചാമ്പീറ്റൻ കൊടുത്തിട്ടു, ഇത് തേച്ചിട്ട് കല്യാണത്തിന് വേണ്ടി പോകാം നിങ്ങൾ അയാൾ പറയണം. കാരണം വേറെ പറയാനറിയില്ല. ഇഷ്ടമുള്ള കാര്യത്തിൽ പറയുന്നത് ഇഷ്ടമല്ല, കല്യാണത്തിൽ ഇത് തേച്ചിട്ടോ, അപ്പൊ അവർ സംശയമല്ല, നല്ല മണമാണ്, സാധാരണ കുഴപ്പം വെച്ചിട്ട് പോകാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ നമ്മൾ ആദ്യം പറയും. പക്ഷെ ഞാനൊരു കാര്യം പറയാം, എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ പ്രോഡക്റ്റിനാണ് സ്വഭാവം പറയാം, ആണോ? പ്രോഡക്റ്റ് വെച്ചാൽ റിസൾട്ട് ഗ്യാരണ്ടി ആവുന്നതിന് ഈ പ്രോഡക്റ്റ് നന്നായിട്ട് വിൽക്കാൻ പറ്റും. അങ്ങനെ ഏറ്റവും കൂടുതൽ വിറ്റൊരു സാധനം 95. അതിന് ബിലി കൂടുതൽ തോന്നും. കാരണം എന്താ, 10 സോപ്പ് വിറ്റാൽ ഒരു 95 ഗുണമില്ല, ആണോ? പിന്നെ ഈ 95 ജീവിതത്തിൽ കൊതികളുടെ മേടിച്ചു വെച്ചോ. ഞാൻ പറയുന്നതാണ്, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, ഗോജിബെറി, അക്കാൽബെറി, ഇന്നും അത്രേ പറയാൻ അറിയത്തുള്ളൂ. പിന്നെ നോലി, കറ്റാർ വാഴ, നെല്ലിക്ക, ഇതെല്ലാം കൂടെ ലോകത്തിലെ നമ്പർ 1 ഹെൽത്ത് ഡ്രിങ്ക്സ് ആണ്. ഇത് കഴിച്ചാൽ ഈ ശരീരത്തിന് ആന്റി ഓക്സിഡന്റ് കുറവുള്ളതാണ്. കേൾക്കുന്നതിനൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ ഇത് കഴിച്ചാൽ മറ്റു നമ്മുടെ ശരീരം എല്ലാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജോയിന്റിനൊക്കെ മാറി കിട്ടുമെന്ന് പറയുമ്പോൾ കാശുള്ളവർ കൂടുതൽ ജീവിക്കാൻ ആഗ്രഹമുണ്ട്, ശരിയാണല്ലോ? ശരിയല്ലേ? കാശുള്ളവന്മാരൊക്കെ നന്നായി ജീവിക്കുന്നതാണ്. അതുകൊണ്ട് അവരെ അടുത്ത് പോയിട്ട് ഇത് പറയും. അങ്ങനെ പറഞ്ഞു ഒരു മാസം 38 95 വിൽക്കുന്നു. ഇവിടെ വേറെ ഒന്നും സംഭവിച്ചില്ല. അത്യാവശ്യക്കാരൻ നോക്കിയാൽ കാണുന്നത് മുഴുവൻ ആവശ്യക്കാരനായിരിക്കും, ശരിയാണോ? ആവശ്യക്കാരൻ നോക്കി ഉണ്ടാവില്ല, മറിച്ച് അത്യാവശ്യക്കാരൻ നോക്കിയാൽ കാണുന്നത് മുഴുവൻ ആവശ്യക്കാരായിരിക്കും. അതാണ് ഈ ബിസിനസിന്റെ പ്രത്യേകത. നമ്മൾ അത്യാവശ്യക്കാരനായി മാറുക എന്നുള്ളതാണ്. അങ്ങനെ പ്രോഡക്റ്റ് ഒക്കെ പരിചയപ്പെടുന്നതിന് കുറച്ച് പേരുകളൊക്കെ കിട്ടി. ഇവിടെ കിട്ടിയെന്ന് എനിക്ക് അറിയില്ല. കാരണം നമ്മൾക്കൊരു പ്രശ്നമുണ്ട്. പറയട്ടെ, വയറിന് എന്തോ ചെറിയ കുഴപ്പം. എന്ത് പറയും? ലിവറിൽ പറയൂല്ലോ. തൊണ്ടയിലൊരു ചെറിയ ചുമ കഫിൽ എടുക്കൂല്ലോ. കാലിനൊരു ചെറിയ വേല പറഞ്ഞ് ചാമ്പി എടുത്ത് ചാമ്പ പറയൂല്ലോ. അപ്പൊ പിന്നെ അസുഖം പറയുന്നത് മരുന്ന് ആളെ എന്ത് വിളിക്കും? നമ്മളെ ഡോക്ടറിന് വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്നെ വിളിച്ചത് വൈദ്യര് നോക്കിയത്. പക്ഷെ ഒരു മുൻപ് ചെറിയൊരു സാധനം ഇത് മുഴുവൻ ഇതിന് ലാടം വരും. കാരണം വേറൊന്നല്ല, നമ്മുടെ ഇന്നലെ നമുക്ക് അറിയാലോ, പെട്ടെന്ന് സുപ്രാന്തിലൊക്കെ പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെയാണ് നമ്മുടെ തുടക്കത്തിലുള്ള പ്രശ്നം, ശരിയാണോ? അങ്ങനെ ഞാൻ ഒരുപാട് പേരുടെ പറഞ്ഞവരെല്ലാവരും ഇങ്ങനെ അനുഗ്രഹിച്ചു കൊടുത്തു. ഈ തുടങ്ങിയോ, ഞാൻ പിന്നെ നോക്കാൻ തുടങ്ങി. ഞാൻ നോക്കിയാൽ മതി, അവർക്ക് തിരിഞ്ഞു. ആ നോക്കലാണ്. അപ്പൊ ഒരുപാട് വിഷമമുണ്ട്. കാരണം നമ്മൾ ഇത്രയും ആത്മാർത്ഥമായിട്ട് പോയി പറഞ്ഞിട്ട് ഇത്രയും വലിയ അവസരങ്ങൾ കൊടുത്തിട്ട് അത് നിഷ്കരണം തള്ളിക്കളയുണ്ടാവുന്ന ഒരു വിഷമം ചെറുതാണെന്ന് എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര വിഷമമായി. ഇനി ഞാൻ ആലോചിച്ചത് എന്റെ കൂട്ടുകാരും കുടുംബക്കാരും ഒന്നും പറഞ്ഞാൽ മനസ്സിലാത്തവരാണോ? പിന്നെ എന്റെ ചിന്ത അതെ. കാരണം എന്താ പറയുക, ഇത്രയും നല്ല അവസരം ഞാൻ പറയുന്നത് എനിക്കെന്നെ അറിയും ഇത് നല്ലതാണ്. പക്ഷെ എനിക്ക് ഒറ്റ കാര്യമാണ്, 2 കാരണമാണ് അത് എന്ന് എനിക്ക് പിന്നീടാണ് തിരിച്ചത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, ഇതെന്താണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമുക്കറിയില്ല, ശരിയാണോ? നമ്മൾ കേട്ടത് വെച്ചിട്ടാണ്
കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പറയുന്നത് അപ്പുറം ഒരു രണ്ടാളെ ചേർക്കണം, പിന്നെ ചേർക്കണം എന്ന് വരും ശങ്കരാടി പറഞ്ഞു. ശരിയല്ലേ? നമുക്ക് പറയാനല്ല, പിന്നെ പറയുന്നത് പേടിപ്പിക്കും 2-10. അതിങ്ങനെ എല്ലാ ആഴ്ചയിലും പിന്നെ അവൻ ഇവന്റെ കിളി പോയിട്ട് പോയതാണ്. ശരിയല്ലേ? ഇപ്പൊ കോവിഡ് വന്നപ്പോ സോഷ്യൽ ഡിസ്റ്റൻസ് എല്ലാവരും കീപ്പ് ചെയ്തില്ലേ? എനിക്ക് അതിനു മുമ്പേ അനുഭവിച്ചു. പക്ഷെ സോഷ്യൽ ഡിസ്റ്റൻസ് അത് അറിയില്ലല്ലോ. എന്നെ കാണുമ്പോൾ പലരും മാറി. അങ്ങനെ വയനാട് ജില്ലയിൽ നിന്ന് അനുഗ്രഹം മുഴുവൻ മേടിച്ചു വെച്ച് കണ്ണൂർ കാസർഗോഡ് ഭാഗത്തേക്ക് പോയി. അവിടെ ഒരുപാട് പേരോട് പറഞ്ഞു. പക്ഷെ അവിടെ ഒരു പ്രത്യേകത, അവിടെ പറയുന്ന ഒരുപാട് പേര് സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് പേര് പ്രോഡക്റ്റ് എടുത്തു. അപ്പൊ ഞാൻ വെച്ചാൽ പറയാൻ ഞാൻ പഠിച്ചു. അവന്റെ വിശ്വാസമാണ്. വീണ്ടും അതേ കേൾത്തി തിരിച്ചു വന്നിവിടെ പറയുമ്പോൾ വീണ്ടും ഒരു കേൾക്കുന്നില്ല. അപ്പൊ പിന്നെ സംശയം, ഞാൻ പിന്നെ പഠിച്ചില്ലേ. പ്രശ്നം വേണമെന്നല്ല. രണ്ടാമത്തെ കാരണം ഇതാണ്, നമ്മൾ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പറയുന്നത് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടും അടുത്ത ബന്ധുക്കളോടും അടുത്ത അയൽവാസികളോടും. ഇത് അടുത്ത ഇതിന്റെ വാർത്ത നമ്മൾ പെടുത്തിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സുഹൃത്തുക്കളോടും പറയില്ല. എല്ലാ ബന്ധുക്കളോടും പറയും. നമ്മുടെ കൂടെ ചങ്കാടി നിൽക്കുമെന്ന് വിശ്വസിക്കുന്നവരടുത്ത് നമ്മൾ പറയുന്നു. ശരിയൊന്നുമില്ല. ഇവർക്ക് മുഴുവൻ നമ്മുടെ ഇന്നലകളെ അറിയാം. നമ്മൾ ഈ പറയുന്ന അവർ ഇന്നലകളെ വെച്ചാൽ വിലയിരുത്തുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇന്നലെ പട്ടിണിയായിട്ട് നടന്ന വീട്ടിൽ രക്ഷപ്പെടാന്ന് പറഞ്ഞാൽ അവൻ എന്റെ അടുത്ത് രക്ഷപ്പെടാൻ നോക്കും. ശരിയാണല്ലോ? ഇതാണ് കാരണം. ഈ കാരണം കൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, പ്രിയപ്പെട്ട ലീഡേഴ്സ്, ഇന്ന് വന്നവരോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാരണമാണ്, നിങ്ങൾ എപ്പോൾ മനസ്സിൽ കണ്ടവരൊന്നും നിങ്ങളോട് ഉണ്ടാവില്ല. തുടക്കത്തിൽ അവർ ഇങ്ങോട്ട് ചോദിച്ചു തരും. പക്ഷെ നിങ്ങൾ ഇതിലൊരു അച്ചീവറായി കാണിക്കും. മറ്റവർ കൂടും ഇവർ കൂടും വിചാരിച്ചിട്ടല്ല നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്ത്. ഇത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന വിശ്വാസം. അങ്ങനെ ചെയ്തിട്ട് നിങ്ങളെ പരാജയപ്പെടുത്താൻ പറ്റില്ല. പിന്നെ ആദ്യം വേണ്ടെന്നോ 2,10,000 രൂപയ്ക്ക് വേണ്ടി നിങ്ങൾ ആരും ഒന്നും ചെയ്യണം. അത് കമ്പനി തന്നു. നിങ്ങൾ എത്ര ലക്ഷം ബിസിനസ് മാച്ച് ചെയ്താൽ മതി? 17 ലക്ഷം. അതിനുവേണ്ടി നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യണം. ഒരാളെ കുറെ ഓർഡറല്ല ഈ ബിസിനസ്, ഒരുപാട് പേരുടെ കൂടെ നിൽക്കുന്നതാണ് ബിസിനസ്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ എന്നെ സമയത്ത് ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. കടകളൊക്കെ പതുക്കെ തീർന്ന സ്വപ്നങ്ങളൊക്കെ തുടങ്ങി. അവന് ചെറിയ ആഗ്രഹങ്ങളൊക്കെ നേടി എന്നിട്ട് ഈ ലെവലിൽ എത്തിക്കുന്നു. അതിന്റെ ചെറിയൊരു അച്ചീവ്മെന്റ് ഞാൻ കാണിച്ചു തരാം. കാരണം വേറെ ഒന്നുമില്ല, പറയുന്നതൊക്കെ നല്ലതാണല്ലോ എനിക്ക് കാണുന്നത്. ശരിയല്ലേ? ശബ്ദം ഒരിക്കലും കാതിൽ മുഴങ്ങി എപ്പോഴും നിൽക്കാറില്ല. അക്ഷരങ്ങളും ചിത്രങ്ങളും മനസ്സിൽ എപ്പോഴും ഉണ്ടാവുന്നു. റൈറ്റോ? ശരിയല്ലേ? ശബ്ദം പോകും, പക്ഷെ നമുക്കൊരു കാഴ്ചയാണ് എന്റെ വേണം. അപ്പോ ജസ്റ്റ് ഇതാണ് എന്റെ വീട്. ഞാനിപ്പോ താമസിക്കുന്ന വീട് ഇറ്റാലിയൻ മാർബിളൊക്കെയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. വീട് വെച്ച് നോക്കണം. അത് എന്റെ അച്ഛന്റെ അച്ഛൻ വെച്ച വീടാണ്. ഈ വീട്ടിൽ നിന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം പോകുന്നത്. ഈ ഒരു അവസരം കൈ കിട്ടി. ഇപ്പൊ 10 വർഷം കഴിഞ്ഞു. 10 വർഷം കൊണ്ട് എന്റെ ലൈഫിൽ ഉണ്ടായ മാറ്റമാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. കാരണം ഈ ബിസിനസ് ഞാൻ ടൈൽസ് ഷോപ്പിൽ 5,000 രൂപ ശമ്പളം മേടിച്ച് നിൽക്കുകയായിരുന്നു. അവന് ഈ ഒരു ഇതൊക്കെ തുടങ്ങിയ സമയത്ത് എല്ലാവരും തന്നെ പറഞ്ഞു, അവന് കടക്കെ മൊത്തം ഭ്രാന്തായി. ഇപ്പൊ സോപ്പും മേടിച്ച് നടക്കുക. കുടുംബക്കാരും മേടിച്ചു കൊടുക്കില്ല. കാരണം എന്താ? ബന്ധം രക്ഷപ്പെട്ടു പോയാൽ ശരിയാണില്ല. ഇതൊക്കെ തോന്നല. ഞാൻ പറയും, നമ്മളോട് എല്ലാവരും ആത്മാർത്ഥതൊക്കെ പറഞ്ഞ് നിർത്തിയാണ്. നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ, എനിക്ക് നിങ്ങളോട് പറയുന്നത്, നമ്മൾ വിജയിച്ചാൽ സന്തോഷിക്കുന്നവരാര്, പരാജയപ്പെട്ടാൽ സന്തോഷിക്കുന്നവരാര്, ഇത് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ സക്സസ് ആയി. അപ്പൊ അങ്ങനെ ബിസിനസ് നമ്മളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. 2014 ഒക്ടോബറിലാണ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പതുക്കെ ആദ്യം DTC റാങ്ക് എത്തി. ടീക്കോണറ്റ് റാങ്ക് എത്തിയത് 13 മാസം കൊണ്ട്. അവിടെ ടീച്ചർമാർക്ക് കൈവെക്കാം. എന്നെ തോപ്പിച്ച ആരെങ്കിലും ഉണ്ടോ? 13 മാസത്തിന് മുമ്പ് അയാൾക്ക് കൈതാക്കാം. ഈ എല്ലാം പറഞ്ഞു ചന്ദ്രന് തോപ്പിക്കാനാവില്ല. 13 മാസം കൊണ്ട്. അപ്പൊ ഞാൻ ടീക്കോണറ്റ് എന്റെ വൈഫ് എന്നിട്ടെല്ലാം കുട്ടി. പിന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തത് എന്റെ ഭാര്യയാണ്. 3 ദിവസം മുമ്പ് ഉണ്ടാകുന്നത് കൊടുത്തു. ഭക്ഷണം കഴിക്കാതെ എവിടെയെങ്കിലും ഞാൻ ഈ ബിസിനസ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ല, നിർത്താൻ വേണ്ടി. അതോ കാരണം എന്താണെന്നറിയോ? നമ്മുടെ ആൾക്കാർക്ക് ഒരു കുഴപ്പമുണ്ട്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ചങ്ങാതി എന്തെങ്കിലും തെറ്റിയത് അത് കല്യാണം കഴിച്ചു വരുന്ന പെണ്ണിന്റെ കുഴപ്പമാണ്. കുടുംബക്കാരങ്ങനെ ചിന്തിരിക്കുക. കഥയും തിരക്കഥയും സംഭാഷണമൊക്കെ കുടുംബക്കാരുടെ വകയായിരിക്കും. ഇതൊക്കെ കേട്ട് ആരോടെ പറയാൻ പറ്റുള്ളൂ? ഭാര്യമാരെന്ന് പറഞ്ഞ് ശരിയല്ല. ഏകോപനം പറയേണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ പറയണ്ടേ? ശരിയല്ലേ? അപ്പൊ അങ്ങനെ സമയത്ത് DTC ആയ സമയത്ത് പിന്നെ
അടുത്ത റാങ്ക് എന്ന് പറയുന്നത് ATC. അത് അടുത്ത 6 മാസം ഉണ്ടായി. അപ്പൊ എത്ര മാസമായി? 13, 19. പിന്നെ DTC അത് അടുത്ത 2 മാസം ഉണ്ടായി. അപ്പൊ എത്ര മാസമായി? 21 മാസം കൊണ്ട് മാച്ച് ചെയ്ത BV എത്രയോ 7 ലക്ഷം രൂപ. ശരിയല്ലേ? ഞാനിങ്ങനെ ആലോചിച്ചു. ആ സമയത്ത് നമ്മുടെ ക്രിയേറ്റീവ് മുബീൻ മുഹമ്മദ് സാറിനെ പരിചയപ്പെടാൻ വേണ്ടി ഇതിന്റെ പ്രോഗ്രാമിൽ ചെറിയ മെമ്മൻറ്റോ എനിക്ക് വാങ്ങിക്കാൻ പറ്റി. അന്ന് അദ്ദേഹം എന്നെ ഒരു ഫോട്ടോ കാണിച്ചു. അതിലൊരു ITC പ്രോഗ്രാമിൽ പോയിട്ട് അതിൽ നിന്ന് എടുത്തൊരു ഫോട്ടോ കാണിച്ചു. ഇങ്ങനെ എല്ലാവരും സ്യൂട്ടിട്ടിരിക്കുകയാണ്. നല്ല ഡ്രസ്സല്ലേ, സ്യൂട്ടിട്ട് ഫോട്ടോ എടുത്താൽ ആണോ ഇല്ലയോ? ശരിയല്ലേ? നിങ്ങൾ എല്ലാവരും ഒരേ ഡ്രസ് കോഡ്, ഭയങ്കര ബ്യൂട്ടിയാണ്. അപ്പൊ ഞാൻ മുബീൻ സാറേ, ഞാനും ITC അതിലുള്ള പ്രോഗ്രാം ഒക്കെ സാറിനെ വിളിക്കും. സാറൊക്കെ എന്നെ ഭയങ്കര മോട്ടിവേറ്റ്. പിന്നെന്താ വേറെ പ്രോഗ്രാം എന്നെ ക്യാൻസൽ ചെയ്ത് വരുന്നത് പോലെ ഞാൻ ഭയങ്കര മോട്ടിവേറ്റഡ്. പക്ഷെ സത്യം സ്വകാര്യം പറയട്ടെ, ITC എത്ര BV വേണം എനിക്ക് അറിയത്തില്ല. അറിയാവുന്ന ഞാൻ മുമ്പ് ശരിയാണോ ഇല്ലയോ? 21 മാസം കൊണ്ട് മാച്ച് ചെയ്ത് BV എത്രയാ? 7 ലക്ഷം. ITC എത്രയാ? 10 കോടി. ഈ വണ്ടി പോയി എവിടെ വരെ എത്തുന്നത്? ഇങ്ങനെ പോയ 10 കോടി ആകുമ്പോൾ നമ്മുടെ മുന്നിൽ കോടി ഉണ്ടാവും. ശരിയല്ലേ? പക്ഷെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്താൽ ഇതൊക്കെ സാധ്യമാണ്. പിന്നെ എന്റെ മൈൻഡ്സെറ്റ് പറയുന്നത് ITC ആകാൻ അതിന്റെ ഇടയ്ക്കുള്ള റാങ്ക് ഒന്നും എന്നെ ബാധിച്ചിട്ടില്ല എന്നുള്ളത്. ഒരു റാങ്കിൽ നമ്മൾ ഉറച്ചിരിക്കാൻ പാടില്ല. കാരണം ഒരു റാങ്കിൽ എത്തിയാൽ നമ്മൾ ആ സീറ്റ് മാറി കൊടുത്താലേ കൂടെ വന്നാൽ സീറ്റ് കിട്ടുള്ളൂ. ശരിയല്ലേ? ഇത് നമ്മൾ കയറി പാലത്തെ കയറി നിൽക്കുന്നവർ നിന്നാലും വേറെ ആൾക്കാർക്ക് പോകാനും പറ്റൂല. ശരിയാണോ? അപ്പൊ റാങ്കിലൊക്കെ ഉറച്ചിരിക്കുന്നത് ചാറ് മാറിപ്പോണം. അപ്പൊ അങ്ങനെ മാറിയപ്പോഴാണ് അപ്പൊ DTC റാങ്കിന് ഞാൻ മാറി മാറിച്ചു പറയാം. ആദ്യമായിട്ട് കാറ് വാങ്ങിച്ചതാണ്, സെക്കൻഡ് ഹാൻഡ് കാറാണ്. എന്തിനാണ്? ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചത്. വയനാട് ജില്ലയിലെ പ്രത്യേകത അനുസരിച്ച് കുറച്ച് റോഡൊക്കെ മോശമായിട്ട് ഇതിന്റെ ഫോണൊന്നും എനിക്ക് അധികം അടുപ്പിക്ക് വന്നിട്ടില്ല. ഇത് വരുമ്പോഴേ അറിയാൻ വരുന്നുള്ളൂ. അത് ചിരിച്ചത് ഫോണധികം വേണ്ട. പിന്നെ മേടിച്ചിട്ട് 3 ദിവസം എന്റെ വൈഫ് വണ്ടി കയറിയിട്ടില്ല. കാരണം അവർ ശരിക്കറിയാം എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല. അതുകൊണ്ടാണ് ജീവനിൽ കൊണ്ടുള്ളവർക്ക് അതിനകത്ത് കയറില്ല. അങ്ങനെ പതുക്കെ വണ്ടിയൊക്കെ ഓടിച്ച് പതുക്കെ പഠിച്ചു. ആദ്യമായിട്ട് 4 രജിസ്ട്രേഷൻ വാഹനം മേടിച്ച് ടാറ്റ ഇന്ത്യക്ക് വിസിറ്റാണ്. കണ്ണൂർ, കാസർഗോഡ്, മംഗലാപുരം ഭാഗത്തേക്കൊക്കെ വലിയ ബിസിനസ്, കോട്ടയം, എറണാകുളം, ആലപ്പുഴ ജില്ലയ്ക്ക് വാഹനം ഓടിച്ച് അതിനുശേഷം 2018 ഫെബ്രുവരി മാസത്തില് ഭ്രമണം എന്നൊരു പ്രോഗ്രാം മുബീൻ സാർ കേരളത്തിൽ ആദ്യമായിട്ട് വെച്ചു. ആ പ്രോഗ്രാമിൽ ഞാൻ റീജിയണൽ ടീം കൊണ്ട് റാങ്കിലാണ്. ശ്രദ്ധിക്കുക, 2018 ആ റാങ്കിൽ അദ്ദേഹം പറഞ്ഞു ഒരു മീറ്റിംഗ് വെച്ച് നമ്മളൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതില് RTC റാങ്കുള്ള ആളുകളെല്ലാം 10 ലക്ഷം അതിൽ കൂടുതൽ വരെയുള്ള വാഹനം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേജിൽ വന്ന് വാഹനത്തിൽ ഇറങ്ങാം. ഞാൻ ഇങ്ങനെ 3ാമത് കൂളായിട്ടിരിക്കും. ഇപ്പൊ 3ാമതൊരു ബാഗ് ആയിരിക്കും എനിക്ക് വരും. ഞാൻ കൂളായിട്ടുണ്ട്. കാരണം എന്താ പറയുക, ഞാൻ മേടിക്കുന്നില്ലല്ലോ. നമ്മുടെ പലരും പ്രശ്നമല്ല, നമ്മൾ ചെയ്യുന്നതിൽ ടെൻഷനുണ്ടോ? ഉണ്ടോ? ചെയ്യാൻ തീരുമാനിച്ചാലേ ടെൻഷനുള്ളൂ, ചെയ്യുന്നില്ല. അപ്പൊ എല്ലാത്തിനും കേട്ടി ചാടി ഞാൻ അനങ്ങാതെ മുബീൻ സാർ പ്രോഗ്രാം ചെയ്തിട്ടു. അല്ല ചേട്ടാ മേടിക്കണ്ടേ വണ്ടി? ഞാൻ സാറെ ഉള്ള വണ്ടിക്ക് എണ്ണ അടിക്കാൻ പറ്റും. ഉള്ള വണ്ടിക്ക് എണ്ണ അടിക്കാൻ പറ്റില്ല, പിന്നെയാണോ പുതിയത് വാങ്ങുന്നത്? പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് പറഞ്ഞു, സാറേ നിങ്ങൾ ഈ പ്രോഗ്രാമിന് വണ്ടി എടുത്തില്ലെങ്കിൽ സ്റ്റേജിൽ കയറിയിട്ട് ഒന്നും സംഭവിക്കാൻ പാടില്ല. ശരിയാണോ? ശരിയല്ലേ? ഇപ്പൊ ഇതിനകത്തിരിക്കുന്ന മൈ ലൈഫിൽ ആരെങ്കിലും ചെയ്താലും ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ല. എന്ന് പറഞ്ഞ പോലെ തന്നെ അതിന്റെ പ്രോഗ്രാം കളർഫുൾ ആകും. ഒരുപാട് പേരുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞ അടുത്ത വാക്കാണ്, നിങ്ങൾ അവിടെ കയറിയില്ലെങ്കിൽ തല കുടിക്കേണ്ടി വരുന്നത് നിങ്ങളുടെ ടീമായിരിക്കും. അത് ശരിയാണോ? ഞാനൊരു അക്ഷരമായി കയറിയില്ലെങ്കിൽ അവിടെ വേദനിക്കുന്നത് എന്റെ ടീമായിരിക്കും. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. കാരണം എന്റെ കൂടെ വന്ന് ജീവിതത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഞാൻ കാരണം വേദനിക്കേണ്ടി വരിക, അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അദ്ദേഹം സാറേ എന്തായാലും വണ്ടി എടുക്കും. ഏതെന്ന് വെച്ചു അങ്ങനെ ഒന്നും വണ്ടി എടുത്തിരിക്കുന്നുണ്ട്. 6 മാസം സമയമുണ്ട്. ആ ശക്തമായി പ്ലാൻ ചെയ്തു. അങ്ങനെ ഇറങ്ങിയ വണ്ടിയാണിത്. അത് കൃത്യമായിട്ട് പറയാൻ കാരണം വെച്ചാൽ എന്റെ ഒരു ലീഡറിനെ വിളിച്ചു. അതിന് 4,87,000 ഡൗൺ പേയ്മെന്റ് വേണമായിരുന്നു. ബാക്കി 12 ലക്ഷം ലോൺ കിട്ടി. അപ്പൊ എന്നെ വിളിച്ചു, സാറേ 18-ാം തീയതി പ്രോഗ്രാം. ഈ ലീഡർ തന്നെ വിളിക്കുന്ന 9-ാം തീയതി. പിന്നെ ആ 9 ദിവസം കൊണ്ട് ലോണെല്ലാം പാസ്സായി. സാർ എന്തായാലും വണ്ടിയുടെ കാര്യങ്ങൾ റെഡിയായെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് കുറച്ച് പൈസ കുറവുണ്ട്. എത്ര കുറവുണ്ട് ചോദിച്ചു. 4,87,000 ആണ് വേണ്ടത്. എന്റെ അടുത്ത് കുറവുള്ളത് 4,77. ഉള്ള പൈസ നമുക്ക് അത്ര വേണ്ടില്ലല്ലോ. ആ പൈസ മുഴുവൻ
എവിടുന്നൊക്കെയോ കടം മേടിച്ച് പണയം വെച്ചൊക്കെ സാധനം മേടിക്കും. 4 മാസം കടം മുടങ്ങി വണ്ടി ഓടിക്കുന്നു. അതായത് സമയം കിട്ടുമെങ്കിൽ അവിടെ സക്സസ് തുടങ്ങി എന്നുള്ളതാണ്. റിസ്ക് എപ്പോഴാണോ എടുക്കേണ്ടത് ആ സമയത്ത് എടുക്കണം. ശരിയാണെങ്കിൽ ആ സമയത്ത് ടീമിന് കൊടുത്ത ബിലീഫാണ് ടീം ഫാസ്റ്റ് ആയത്. അതിനുശേഷം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഒക്ടോബർ ആയപ്പോഴത്തേക്കും ആദ്യമായിട്ട് 2,10,000 അത് എന്നെ കൂടെ ബിസിനസ് ആരംഭിച്ച ബിന്ദു മാഡത്തിനും കൂടെ സീലിംഗ് അടിച്ചു എന്നുള്ളതാണ്. 1 കോടി ബിസിനസ് വരെ ക്യാരി ഫോർവേഡ്, 1 കോടി ബേബി ക്യാരി ഫോർവേഡ്. ഇതൊക്കെ കുറച്ച് കഴിഞ്ഞ് വരും. ഇപ്പൊ നമ്മൾ എന്തിക്കും ഒരു 10,000 ക്യാരി ഫോർവേഡ് വിൽക്കാനും മതിയായിരുന്നു. ശരിയാണോ? നമ്മളൊക്കെ തുടക്കം തന്നെ കുറച്ച് കഴിഞ്ഞത് അങ്ങനെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു വിത്ത് നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ അത് മുളച്ചു വരാൻ അല്പ സമയം എടുക്കും. 2 ഇല വരാൻ. ശരിയാണോ? കുറച്ച് കഴിയാനോ ശിഖരങ്ങൾ വരാൻ തുടങ്ങും. പിന്നെ എത്ര ഇല വരുന്നത് ആർക്കും എണ്ണാൻ പറ്റുമോ? എത്ര പൊഴിഞ്ഞാലും മരം നിറയെ ഇലകളുണ്ടാവും. ഇതെന്റെ വൈഫാണ്. കമ്പനിയുടെ എന്താ പറയാ ഒരു പ്രോഗ്രാമില് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ കളിയാക്കിയതല്ല, എന്റെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് വേണ്ടി കരഞ്ഞതുകളാണ്. കാരണം എന്റെ കൂടെ ജീവിതം ആരംഭിച്ചു. ആദ്യത്തെ പേര് തന്നെ അവളുടെ പേര് ഡിസ്ട്രിബ്യൂഷൻ എടുത്തു. കമ്പനിയുടെ 336ാമത്തെ വീക്കില് ആ ഐഡിയിൽ 2,10,000. സെക്കൻഡ് ഐഡിയാണ്. സെക്കൻഡ് ഐഡിയ ITC കഴിഞ്ഞു. കമ്പനിയുടെ 300ാമത്തെ വീക്ക് സെലിബ്രേഷൻ ദുബായിൽ വെച്ചിട്ടായിരുന്നു. കമ്പനിയുടെ ടൂർ ഒന്ന് പോയിരുന്നു. ഭയങ്കര രസമാണ്. ഓസിക്ക് ടൂർ കയ്യിൽ സാധനം കിട്ടില്ല. ആ കയ്യിൽ എന്ത് കിട്ടിയാലും കിട്ടും. അടിയൊന്നുമല്ല ഞാൻ പറയുന്നത്, എന്ത് കിട്ടിയാലും കിട്ടും. കാരണം നമുക്കെല്ലാം ഫ്രീ ആണ്. ആ നേരത്തിൽ കമ്പനിയുടെ ടൂർ പോകുമ്പോൾ ബുർജ് ഖലീഫയിലാണ്. അതുപോലെ ബാങ്കോക്ക്, പട്ടായ, തായ്ലൻഡിലൊക്കെ പോയി കുടുംബടക്കം പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ പോകണമെന്നില്ല, വയനാട്ടിൽ കിട്ടും ഫോട്ടോ. പക്ഷെ കോളം മാറി പോകുന്നു. അതുകൊണ്ടാണ് ഇത് നിങ്ങൾ നോക്കിക്കോളൂ. ഇതൊന്നും ശ്രദ്ധിച്ചോളൂ. ജീവനുള്ളതാണ്. വെറുതെ ഫോട്ടോ വേണ്ടി നിന്നല്ല. ചെറുതായിട്ട് കാര്യങ്ങളൊന്നും പേടിച്ചു. ഒരു രസം നമ്മൾ അതായത് കടുവയുടെ കടുത്തത് ഫോട്ടോ എടുക്കുന്ന സുഖ. ഇനി കടുവയ്ക്ക് പാല് കൊടുക്കണമെങ്കിൽ പോയാൽ മതി, അവിടെ സൗകര്യം ചെയ്തു തരും. അപ്പൊ നമ്മളങ്ങനെ മാറ്റങ്ങളാണ്. അതുപോലെ തന്നെ കളിയാക്കി കൊടുക്കുന്ന ഒരുപാട് ഇത് റോഡിന്റെ അടുത്ത് ജസ്റ്റ് ഇവിടെ ഒരു വീടാണ് കാണുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ കിട്ടിക്കൊണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ലാട ഗുരു ഇതൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ പ്രോഗ്രാമിൽ നമുക്കൊക്കെ ഉണ്ടല്ലോ ഒരുപാട് കളിയാക്കണം. അങ്ങനെ കൂട്ടി ബിസിനസ് എന്നാണ് കേൾപ്പിച്ച് നമ്മുടെ കൂടെ ചിന്ത വരുന്നു. അങ്ങനെ ഒരുത്തിന് വട്ടം വെട്ടിക്കൊണ്ട് പോയാൽ കൊണ്ടുപോയി. അതിനുശേഷം പ്രോഗ്രാം എല്ലാം കഴിഞ്ഞപ്പോ അന്ന് നമ്മുടെ പ്രസാദ് കൺട്രോൾ ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ ബിസിനസ് ഏറ്റെടുക്കാൻ നിങ്ങളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളെല്ലാം നേടാൻ പറ്റും. സൂപ്പർ പ്രീമിയം കാറായ മെർസിഡീസ് ബെൻസ്, BMW, ജാഗർ, ഓഡി ഇതൊക്കെ എടുക്കാറുണ്ട്. ഞാൻ എല്ലാം മനസ്സിലായി. തിരിച്ചു വന്നു. പിന്നെ ഞാൻ നടന്നു എന്ന് പറയാം. ആടെ ബെൻസ് വരും സൈഡ് കൊടുത്തു. കളിയാക്കൽ അധികരിക്കുമ്പോ വേദനയ്ക്കല്ല വേണ്ടത്, അവിടെ വാശിയാണ്. ശരിയാണല്ലോ? എത്ര കളിയാക്കിക്കോട്ടെ അവിടെ നമ്മൾ സ്പീഡായ മതി. അങ്ങനെ വാശി എന്നെ അവരൊക്കെ ക്രിയേറ്റിന്റെ തൊട്ടടുത്ത സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലം കോവിഡ് സമയത്താണ് ഞാൻ പർച്ചേസ് ചെയ്തത്. കോവിഡ് സമയത്ത് 1 രൂപ പോലും ബാങ്ക് 2020 മെയ്യിലാണ് രജിസ്റ്റർ ചെയ്ത്. മുഴുവൻ പൈസയും MI ആയിട്ട് 46 ലക്ഷം രൂപ. പിന്നെ ആഗ്രഹം വീണ്ടും വർദ്ധിച്ചു. എന്നെ കളിയാൻ ഒരുപാട് ഈ സ്ലൈഡ് നടന്നിരുന്നു. ഞാൻ ഇനി വാങ്ങിക്കാൻ പോണ വാഹനം ഇതാണ്, മെർസിഡീസ് ബെൻസ്. കാരണം ബെൻസ് വരുന്ന സൈഡ് കൊടുക്കാൻ എന്നോട് കളിയാക്കിയപ്പോ ഈ ജന്മത്ത് അവനെ കൊണ്ട് എന്റെ വണ്ടിക്ക് സൈഡ് കൊടുപ്പിക്കുന്ന ഒരു തീരുമാനം. അങ്ങനെ അത് സാക്ഷാത്കരിച്ചു. സഞ്ചരിക്കുന്നത് മെർസിഡീസ് ബെൻസ് E ക്ലാസ്. അന്ന് 98 ലക്ഷം രൂപ മുടക്കിയെടുത്താണ്. അത് നമ്പറൊക്കെ അന്ന് നമ്മുടെ ഗ്രേജിയുടെ മുബീസാക്കിയ സെറമണിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ടീമങ്ങളൊക്കെ ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെ നമ്മുടെ ആഗ്രഹിക്കണം. പിന്നെ ഒരു കാലത്ത് നമ്മുടെ ലൈഫ് ഇങ്ങനെയാണ്, 2 വാഹനം ഒരേ സമയം മെയിൻറ്റെയിൻ ചെയ്യും. നിങ്ങൾ ചിന്തിക്കുക, 5000 രൂപ മാസ ശമ്പളം മേടിച്ച് ടൈൽസിന്റെ ഷോപ്പിൽ ജോലിക്ക് ഇരുന്ന് ഞാൻ ഈ ബിസിനസ് ചെയ്തപ്പോ നിനക്കിതൊന്നും പറ്റില്ല, നിനക്ക് ആളെ പറ്റുന്ന പണിയാന്ന് പറഞ്ഞ് കളിയാക്കി വരാൻ വേണ്ടി കാണിച്ചു കൊടുക്കാൻ നിർത്തിയാണ്. നമ്മളാരും ശരി മനസ്സിലാക്കണം. വീണ്ടും ആഗ്രഹം വർദ്ധിച്ചു.
വാഹനമൊക്കെ ബെൻസിന്റെ എപ്പോഴും ബെൻസ് എടുത്ത് എല്ലാ വഴിക്കും പോകുന്നില്ല. നമ്മുടെ റോഡ് പണി തുടങ്ങി കഴിഞ്ഞാൽ ബെൻസ് കൊണ്ടാക്കി കഴിഞ്ഞാൽ കട്ടപ്പുറത്താവുന്ന അവസ്ഥയായി. ശരിയല്ലേ? കുഴി ഏതാ റോഡ് ഏതാന്ന് പറയുന്ന അവസ്ഥയായി. അപ്പൊ നമുക്ക് പലയിടത്തും പ്രോഗ്രാം പോകാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പൊ വാഹനം ഒന്ന് മാറ്റി ഉണ്ടായ ഹൈക്രോസ് എന്ന ഹൈബ്രിഡ് 40 ലക്ഷം കൊടുത്ത് പുതിയ വാഹനങ്ങൾ കൊടുത്തു. ഇന്നത്തെ കാലത്ത് നമുക്ക് വാഹനമാണ് മെയിൻ ചെയ്തത്. നിങ്ങൾ എന്റെ നമ്പർ തന്നെ നോക്കിക്കോളൂ. മൈലേജ് എന്താഗ്രഹിച്ചാലും അത് നടക്കും. അത് തീരുമാനമാക്കി അതിനുവേണ്ടി പരിശ്രമിക്കുന്നത് മാത്രം. ആ തരത്തിലേക്ക് നമ്മൾ മാറിയെന്നുള്ളതാണ്. ഇത് ഞാനിപ്പോൾ സ്ഥലത്തിൽ വീട് വെക്കുന്നുണ്ട്. എന്റെ കണ്ടാൽ തന്നെ അറിയില്ല എന്തോ ചെറിയ കുഴപ്പമുണ്ട്. എനിക്ക് തന്നെ തോന്നിയില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം എന്താ, സാധാരണക്കാർ ചെയ്യുന്ന പണിയല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു പെര വെക്കാൻ തുടങ്ങി കെട്ട് കഴിഞ്ഞ് പ്ലാസ്റ്റിക് തേപ്പ് തുടങ്ങി നമ്മൾ എന്ത് ചെയ്യും? എന്തെടുക്കാൻ പോകും? ഹലോ, പാലക്കാട് പറയും, എന്തെടുക്കാൻ പോകും? വയറിംഗ് സാധനം ആണല്ലോ. ഞാൻ പോയത് എന്താ പറയുക, എന്റെ ഒരു ലീഡറെ കൂട്ടി ചൈനയ്ക്ക് ഫർണിച്ചർ വെക്കാൻ പോയി. ചൈന അവിടുത്തെ ലൈറ്റുകളൊക്കെ നോക്കിയതാണ്. അപ്പൊ ജസ്റ്റ് നോക്കിയാണ് നമ്മള്. ഞാൻ ഇത് എടുത്ത് വേണമെന്നല്ല, ഇതാണോ 4 നിലയിലേക്ക് ഒറ്റ എസ്കലേറ്റർ കാണേണ്ട സ്ഥലമാണ്. പോയി കാണണം. ഈ ചൈനയിൽ പോയി ഞാൻ പോയി കണ്ടൊന്നുമില്ല. പിന്നെ നമ്മൾ എന്തോ അനുകരിക്കണമല്ലോ. അവിടെ ചെന്നപ്പോ ബ്രൂസിലിന്റെ വീട്ടിലൊക്കെ പോയി. അപ്പൊ ബ്രൂസിലെ കണ്ടപ്പോ ഒന്ന് അനുകരിക്കാൻ തോന്നി. കുഴപ്പമൊന്നുമില്ല, നമുക്ക് അനുകരിക്കുന്നല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മൾ എന്താ ആഗ്രഹിച്ചത് ഇവിടുന്ന് അവിടെ ചൈനയെ കൊണ്ട് നിൽക്കാൻ പറ്റും. ഇവിടെ പറ്റും. ഇവിടുന്ന് എന്തെങ്കിലും എങ്ങനെ പറ്റില്ല. അവിടെ ബ്രൂസിലെടുത്തപ്പോ അനുകരിച്ചായിട്ട് മാറും. നമ്മളങ്ങനെ ആഗ്രഹിക്കുക എന്നുള്ളതാണ്. ഇതെന്റെ വീടിന്റെ കട്ടള വെച്ചാണ് കേരളത്തിലെ ഏറ്റവും വലിയ ആശാരിയെ വെച്ചത്. അത് ട്രെയിനിൽ വെച്ച് കട്ടള വെച്ച് എപ്പോഴും നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടുന്നത് വരെ മൈ ലൈഫിൽ ചെയ്യും എന്നുള്ള തീരുമാനം ആദ്യം വേണം. ആളുകൾ എന്തു പറയും, ആളുകൾ പറയുന്നതനുസരിച്ച് നിൽക്കാനല്ല നമ്മളുള്ളത്. നമ്മൾ ആഗ്രഹിച്ച് ചെയ്യാൻ വേണ്ടിയാണ് മൈ ലൈഫിൽ ചെയ്യുന്നത്. ആ രീതി തന്നെ പ്ലാൻ ചെയ്യുന്നതാണ്. ഇനി ഇപ്പൊ വീടിന്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ ആദ്യ വീട് ഞാൻ കാണിച്ചു. ഇപ്പൊ ഏകദേശം ടൈൽസിന്റെ വർക്ക് കഴിഞ്ഞ് ഏകദേശം 2-3 മാസത്തിനുള്ളിൽ എന്റെ ഹൗസ് വാമിംഗ് നടത്താൻ പറ്റും. അതിന്റെ പണികൾ വീണ്ടും വീണ്ടും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ടൈൽസിന്റെ വർക്ക് ഏകദേശം തീർന്നു കഴിഞ്ഞ് വീട് പണി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. അവിടെ ചെയ്തത് വേറെ എവിടെയും ചെയ്തോളൂ. ഇത്രയും കാശ് മുടക്കി എന്റെ നാട്ടില് എന്റെ വീടിന്റെ അടുത്ത് 300 മീറ്റർ ദൂരം ഉള്ള സ്ഥലത്ത് ഞാൻ പറഞ്ഞു, കളിയാക്കിന്റെ മുന്നിൽ തന്നെ വിജയിച്ച് നിൽക്കണം. വേറെ എവിടെ പോയി വിജയിച്ചിട്ടില്ല. അവിടെ തന്നെ അപ്പൊ ആ രീതിയിലുള്ള മാറ്റം. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു വേറെ വിഷയം നമ്മുടെ പേഴ്സണാലിറ്റി മാറ്റം. ശരിയാണോ ഇല്ലയോ? ഞാൻ പറയാം, സമൂഹം നമ്മളെ അംഗീകരിക്കുന്ന ദിവസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പണ്ട് നമുക്ക് മനസ്സിലാവില്ല. അത് പല പിരിവുകളും നമുക്ക് ലിസ്റ്റിലുണ്ട്. പല ക്ലബുകൾ ഇല്ലേ, പള്ളികള്, അമ്പലങ്ങളൊക്കെ പല നല്ല കാര്യങ്ങൾക്ക് ഇടില്ലേ. ആ പിരിവിടുന്ന സമയത്ത് എന്തെങ്കിലും ആവശ്യമായിരിക്കും. കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനായിരിക്കാം, അല്ലെങ്കിൽ ചികിത്സാ സഹായമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനായിരിക്കാം, വിവാഹത്തിന് ആവശ്യമായിരിക്കാം. എന്തിടുമ്പോഴും ഒരു ഫണ്ട് കളക്ട് ചെയ്യണം വേണ്ടി വരില്ലേ? അപ്പൊ അവരെന്ത് ചെയ്യും? ബക്കറ്റിലൂടെ ഇറങ്ങുമല്ലോ ചെയ്യാതെ ഒരു ലിസ്റ്റ് ഇടും. ഇത് എവിടുന്നൊക്കെ കളക്ട് ചെയ്യാം. ശരിയാണല്ലോ? അങ്ങനെ ലിസ്റ്റ് ഇടുമ്പോ ഒന്നാമത്തെ പേര് നമ്മളെന്ന് പറയണം. അതാണ് സമൂഹം നമുക്ക് തന്നാണ്. ആ പേര് വെക്കാനായിരിക്കും. കാശുള്ള ഒരുപാട് പേരുണ്ടാവും, പക്ഷെ അവരുടെ ലിസ്റ്റിൽ ഉണ്ടാവില്ല. നമുക്ക് മനുഷ്യനെ സ്നേഹിക്കുന്ന എന്താണ് മൈലേജിനെ കണ്ടുപിടിക്കേണ്ടി വരും. അത് ആ രീതി നമ്മൾ ചെയ്യണം. അപ്പോ ഇങ്ങനെയൊക്കെ മാറാനായിട്ട് നമ്മളെ കമ്പനി ചെയ്താൽ പ്രധാനമായിട്ടും 5 P ഉണ്ട്. ഈ 5 P ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു P, അതായത് ഒന്നിനും പേടിക്കണ്ട. ഇത് മനസ്സിലായാലും മൊത്തം പേടിയായിരിക്കും. ശരിയാണല്ലോ? ഇത് ശരിയാവോ ശരിയോ? ആശങ്കയോടുകൂടി ചിന്തിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും ആശയം കണ്ടെത്താൻ പറ്റില്ല. ശരിയല്ലേ? നമ്മുടെ ചിന്തിക്കൂ. നിങ്ങൾ ഇന്നലകളെയാണ് ഓർത്ത് ചിന്തിക്കുന്നെങ്കിൽ നാളേക്ക് വേണ്ടി നിങ്ങൾക്കൊന്നും കണ്ടെത്താൻ പറ്റില്ല. മറിച്ച് നാളെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലത്തെ നിങ്ങളുടെ അനുഭവ സമ്പത്താണ്. നാളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റണം. അപ്പൊ നമ്മളിലേക്ക് കമ്പനിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഫസ്റ്റ് പ്രൊമോട്ടർ ആരാണ്? MILFിലെ പ്രൊമോട്ടർ. ഈ ബിസിനസ് നിങ്ങൾ ചിന്തിച്ചോളൂ. ഒരുപാട് കമ്പനികൾ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കമ്പനി തുടങ്ങിയിട്ടുള്ളൂ. ഷെയർ എടുക്കാൻ പറ്റും. നിങ്ങൾ അത് ചെയ്താൽ നിങ്ങൾക്ക് ഷെയറിന്റെ ലാഭം കിട്ടും. അത് കിട്ടും, ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഉള്ള ഷെയർ കൊണ്ട് പോകും. ശരിയാണോ?
അല്ല സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ പോണ്, ഞങ്ങൾ പച്ചക്കറി തരാൻ പോണം, അതിന്റെ ലാഭം നിങ്ങൾക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമ്പനികൾ വന്നു. പക്ഷെ മൈ ലൈഫ് സ്റ്റൈൽ ഒരു രൂപ പോലും ആരോടും മേടിക്കാതെ കോടികളുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കി വെച്ചു. നിങ്ങൾ വിറ്റ് കാശ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. യശോണോ? അപ്പൊ അതിലേക്ക് നോക്കുക. അപ്പൊ അതുപോലെ ആർട്സില്ല. നമ്മുടെ പ്രവീൺ ചേച്ചൻ സാർ ഒരു ITC മീറ്റിംഗ് പറഞ്ഞ കാര്യം എനിക്ക് ഭയങ്കര മോട്ടിവേറ്റഡ് ആയ ഒരു കാര്യമാണ്. ഞാൻ എല്ലാ വേദികളും പറയാറുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കിലാണ്, ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറും സാമ്പത്തികമായി. അങ്ങനെ മാറുമ്പോൾ അതിന്റെ 50% കോൺട്രിബ്യൂഷൻ മൈ ലൈഫ് സ്റ്റൈലിനായിരിക്കുന്നു. ഇതുപോലെ വർക്ക് ചെയ്യുന്ന ഇവിടെ റിലയൻസും അംബാനിയും ഒക്കെ ഒരുപാട് കോടികൾ ഉണ്ടാക്കുന്നുണ്ട്, ശരിയല്ലേ? ഓരോ വർഷത്തിൽ കോടികൾ സമ്പാദ്യം വരുന്നുണ്ട്. പക്ഷെ മൈ ലൈഫിന്റെ വിറ്റുവരവ് കൂടിയാൽ നമ്മളെപ്പോഴുള്ള സാധാരണക്കാരന്റെ അക്കൗണ്ടിലേക്കാണ് ആ ലാഭം വന്നെത്തുന്നത്. അതാണ് മൈ ലൈഫിന്റെ വ്യത്യാസം. അപ്പൊ അങ്ങനെ ഒരു പ്രൊമോട്ടേഴ്സ് നമുക്കുണ്ട്. ഞാൻ അടുത്തത് ഇതിന്റെ പ്രോഡക്റ്റ് യൂണിക് പ്രോഡക്റ്റ് ആണ്. ഇത് മറ്റൊന്ന് നമ്മുടെ കമ്പനി പോലും ശരിയാവുമെങ്കിലും പകരം വെക്കാനുള്ളത് പ്രോഡക്റ്റ്, ശരിയല്ലേ? പക്ഷെ നമ്മൾ ഈ പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുക, വിൽക്കുക, വിൽപ്പിക്കുക. പക്ഷെ നമ്മുടെ അധികം പ്രശ്നം നമ്മൾ ഉപയോഗിച്ചിട്ടില്ലല്ലോ. 95 ടേസ്റ്റ് നോക്കുന്ന